ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രിയും തൃപ്പൂണിത്തുറ MLA കെ ബാബുവിന് കോടതി നോട്ടീസ് അയച്ചു. ഇന്ന് കലൂർ PMLA കോടതിയിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാഗിൻ വിവരങ്ങളുമായിട്ടുണ്ട്. രാഗിൻ, കഴിഞ്ഞ കുറെ നാളുകളായി ചർച്ചയിലുള്ള ഒരു കേസാണ്. അതിൽ ഇപ്പോൾ കോടതി നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ കെ ബാബുവിനെതിരെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അതിന്റെ തുടർ നടപടികളുടെ ഭാഗമായി കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതായത് കെ ബാബു നേരത്തെ ഒരു കാര്യം ഹൈക്കോടതിയിലടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു. അതായത് ഈ കുറ്റപത്രം കൊടുത്ത ശേഷം നമ്പർ ഇടുന്ന നടപടികൾ അടക്കം കോടതി സ്വീകരിച്ചു. പക്ഷേ പുതിയ BNS പ്രകാരം അതിൽ ഈ അക്യൂസിനെ കൂടി തന്നെ കൂടി കേട്ട ശേഷം ആയിരിക്കണം അത്തരം നടപടികളിലേക്ക് പോകേണ്ടത് എന്ന കാര്യം ഉന്നയിച്ചിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിയെ കൂടി കേൾക്കുന്നതിന്റെ ഭാഗമായിട്ട് കോടതി ഇപ്പോൾ കെ ബാബുവിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇന്ന് ഹാജരാകാനാണ് നിർദ്ദേശം. പക്ഷേ കെ ബാബുവുമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ അഭിഭാഷകനായിരിക്കും ഇന്ന് ഹാജരാകുക എന്നതാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ വിജിലൻസ് കെ ബാബുവിനെതിരെ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിച്ചിരുന്നതാണ്. അഴിമതി നിരോധന നിയമപ്രകാരമായിരുന്നു ആ നടപടികൾ. അതിന് ചുവടുപിടിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെ ബാബുവിനെതിരെയുള്ള ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ്, അതായത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിച്ചത്. തുടർന്നാണ് ചാർജ് ഷീറ്റ് കൊടുത്തത്. അതിൽ കഴമ്പുണ്ട്, അല്ലെങ്കിൽ അത്രയും അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ടെന്നായിരുന്നു അതിൽ ആ കുറ്റപത്രത്തിലെ കണ്ടെത്തൽ. 2006 മുതൽ 2007 മുതൽ 2016 വരെയുള്ള കാലയളവിലെ അസറ്റുകളുടെ കാര്യമാണ് പരിശോധിച്ചത്. 2011 മുതൽ 16 വരെ എക്സൈസ് മന്ത്രിയായിരുന്നു കെ ബാബു. അന്ന് നമുക്കറിയാം ബാർക്കോഴ കേസ് അടക്കമുള്ള കാര്യങ്ങൾ വന്നതിന് പിന്നാലെയായിരുന്നു വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചത്. തുടർന്നാണ് EDയും കേസ് അന്വേഷിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ ചാർജ് ഷീറ്റ് കൊടുത്തത്. തുടർന്നാണ് ഇപ്പോൾ കെ ബാബുവിന് നോട്ടീസ് നൽകി കെ ബാബുവിനെ കൂടി കേൾക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്.